ബഹുമാനപ്പെട്ട തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെ കണ്ട് ഒരു നിവേദനം സമർപ്പിക്കാവുന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നു. ഇന്നലെ മിനിസ്റ്റർക്ക് നമ്മുടെ ഡിമാൻഡുകളടങ്ങുന്ന നിവേദനം അല്ലെങ്കിൽ ചെന്ന് കണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം ഇന്ന് കണ്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെന്നത്. ഞങ്ങൾ നിവേദനം സമർപ്പിച്ചു. ഒപ്പം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു. നമുക്ക് എങ്ങനെയാണ് ഈ 5 ഡിസ്കഷൻ നടന്നിട്ടുണ്ടല്ലോ, ആ ഡിസ്കഷന്റെ മുന്നോട്ടുള്ള ഗതി എന്താണെന്ന് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ആ ഡിസ്കഷന്റെ കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന ഡിസ്കഷന്റെ മിനിറ്റ്സ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം അത് വായിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഡിസ്കഷന്റെ വിശദാംശങ്ങളാണ്. അപ്പോൾ അത് ഒരു 3 മാസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ നടത്താമെന്നുള്ള കമ്മിറ്റി വയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളും തത്വത്തിൽ ഓണറേറിയം വർധന ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ട്, തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട് എന്നതിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്, അതിന്റെ മിനിറ്റ്സിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സമരത്തിൽ ഒരു അവസാനിപ്പിച്ചുകൂടെ എന്നുള്ളതാണ് മിനിസ്റ്ററുടെ ഒരു അഭിപ്രായം. ഞങ്ങളപ്പോൾ അഭിപ്രായം തിരിച്ചു പറഞ്ഞു. ഞങ്ങൾ വളരെ താന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിക്കൊണ്ടേ പോകാൻ പറ്റും. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഓണറേറിയം വർധനവ് അത് ഗവൺമെന്റ് അംഗീകരിക്കണം. അതേപോലെ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഒരു തുക അവർക്ക് നൽകണം. ഈ 2 കാര്യത്തിൽ ആണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് വീണ്ടും പരിഗണിക്കണം. അതിനുവേണ്ടി മിനിസ്റ്റർ, തൊഴിലുറപ്പ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ഇതിൽ ഇടപെടണം എന്ന് വീണ്ടും പറയുകയുണ്ടായി. അദ്ദേഹം അവസാനിപ്പിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിക്കാം എന്നാണ്. അതിനുശേഷം ഞങ്ങളോട് നിങ്ങളും ആലോചിക്കൂ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ആലോചന ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾക്ക് ഈ ഓണറേറിയം വർധനവ് കിട്ടിയേ ഞങ്ങൾക്ക് സമരം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. ഈ കാര്യം അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാ വശങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ അത് വളരെ വ്യക്തമായിട്ട് കേൾക്കുകയും അദ്ദേഹത്തിന് അത് അറിയുകയും ചെയ്യാം. കാരണം തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ചും ട്രേഡ് യൂണിയൻ നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അതിന്റെ വശങ്ങൾ അറിയാം. ഒരു തൊഴിൽ സമരം അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെയാണത് കഴിയാന്നുള്ളത് അദ്ദേഹം മിനിസ്റ്ററായിട്ട് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. സർക്കാർ പറയുന്നത് കമ്മിറ്റി നിയോഗിച്ചുകൊണ്ട് 3 മാസത്തിനകം ഇക്കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാക്കാമെന്നാണല്ലോ. തൊഴിൽ മന്ത്രി അതിനാണ് പറയുന്നത്, ആരോഗ്യമന്ത്രി അതിനാണ് പറയുന്നത്. അക്കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇല്ല, ഞങ്ങളിപ്പോഴും അത് അംഗീകരിക്കുന്നു. വർധനവ് പ്രഖ്യാപിക്കണം. അത് തീർച്ചയായിട്ടും പറഞ്ഞു. വർധനവ് പ്രഖ്യാപിക്കണം എന്നാണ്. അതെ, സമരം തുടരാൻ നിർബന്ധിതരാണ് ഞാൻ. അങ്ങനെ മറ്റൊരു കാര്യം, ആരോഗ്യവകുപ്പ് തുടർ ചർച്ച ഉണ്ടാവില്ലെന്നൊരു സൂചന നൽകുന്നുണ്ട്. അപ്പൊ തൊഴിൽ മന്ത്രി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ട്? ആരോഗ്യമന്ത്രിമാര് കൂടിക്കാഴ്ച തയ്യാറാക്കാമെന്ന്. തുടർ ചർച്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സൂചന നൽകുന്നുണ്ട്. കാരണം കമ്മിറ്റിയെ നിയോഗിക്കാതെ മറ്റ് ട്രേഡ് യൂണിയൻ അംഗീകരിച്ചത് അങ്ങനെ പറയില്ലെന്ന് അങ്ങനെ സാധ്യതയില്ലെന്നാണ്. കാരണം എവിടെ എത്തുന്നില്ലെങ്കിൽ തുടർ ചർച്ച ഉണ്ടായേ പറ്റുള്ളൂ. ഞങ്ങൾ ഓണറേറിയം വർധനവ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. അവിടെ ഇരിക്കുന്ന ആശാവർക്കർമാർ, ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ അങ്ങോളമുള്ള ആശാവർക്കർമാർ ഓണറേറിയം വർധനവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡായിട്ടാണ് കാണുന്നത്. ആ വർധനവ് കൊണ്ടുവരാൻ സർക്കാരിന് ബുദ്ധിമുട്ടില്ല. കാരണം എല്ലാ ബജറ്റിലും വർധനവ് വരാറുണ്ട്, അല്ലെങ്കിലും പ്രധാനപ്പെട്ട ബജറ്റുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു വലിയ പ്രശ്നങ്ങളില്ല. അത് പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ്. ഞങ്ങൾ കരുതുന്നത് തൊഴിലുറപ്പ് മന്ത്രി ഞങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അവസ്ഥ, അതിന്റെ ജെന്യൂനിറ്റി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതിനു വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും പറഞ്ഞു. ഞങ്ങൾ താഴ്ന്ന കാര്യം പറഞ്ഞു. ഞങ്ങൾ
21,000 ആവശ്യപ്പെട്ടെങ്കിലും കഴിഞ്ഞ ചർച്ചയിൽ ഒരു കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു 3,000 ആദ്യം പ്രഖ്യാപിക്കും, ബാക്കി നമുക്ക് കമ്മിറ്റി വന്നിട്ട് ആ കമ്മിറ്റിക്ക് വിടാം. ആ രീതിയിലാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത്. അപ്പം അത് തന്നെയാണ് ഇപ്പോഴും ഈ ചർച്ചയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അതെ 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 ഇല്ല, അങ്ങനെ സർക്കാർ പറഞ്ഞിട്ടില്ല. താഴോട്ട് പോകണമെന്നും പറഞ്ഞില്ല. ഇല്ല, ഞങ്ങൾക്ക് ആലോചന. ഞങ്ങൾ ഏറ്റവും ലീസ്റ്റാ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ലീസ്റ്റാ പറഞ്ഞത്. സർക്കാർ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും അവരുടെ ഒരു കഴിഞ്ഞ ഇതിന്റെ മിനിറ്റ്സ് മാത്രമേ കണ്ടുള്ളൂ. അതിൽ ഉത്തരവായിട്ടൊന്നും കണ്ടില്ല. മിനിറ്റ്സ് അധികം വായിക്കുക ഞങ്ങൾ കിട്ടിയില്ല. കഴിഞ്ഞ ചർച്ചയുടെ മിനിറ്റ്സ് ഞങ്ങൾക്ക് കിട്ടിയില്ല. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്നത്. അദ്ദേഹം അത് വായിച്ചു കേൾപ്പിച്ചു. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിട്ട് അതിലില്ല. നിയോഗിക്കാം എന്ന് പറഞ്ഞു.